യോഗ ഒരു ശാരീരിക അഭ്യാസമുറയായാണ് പൊതുവെ പലരും യോഗയെപ്പറ്റി അറിയപ്പെടുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ സൈന്യാധിപത്യം നടത്തി തുടങ്ങിയ കാലം മുതൽ ബ്രിട്ടീഷ് സൈന്യത്തിൽ നിയമം മൂലം അടിച്ചേൽപ്പിച്ചിട്ടുള്ള ശാരീരിക അഭ്യാസമുറ എന്നും രാവിലെ ശാരീരിക അഭ്യാസം എന്നത് ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ ഒരു ശീലമാണ്. ഇത് കണ്ടും കേട്ടും വളർന്നിട്ടുള്ള ഭാരതീയർക്ക് ഈ ശാരീരിക അഭ്യാസമാണ് യോഗയെന്ന് തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ യോഗ എന്നത് പുരാതന ഭാരതത്തിലെ ഋഷിവര്യന്മാർ ഏകാന്തമായി വിജനമായ കാനനങ്ങളിലിരുന്ന് ശീലിച്ചിരുന്ന മാനസിക വ്യായാമമുറയാണ് യോഗയെന്ന് പലർക്കും അറിയില്ല. ഭാരതത്തിൽ ഉത്ഭവിച്ച യോഗ 1893 സ്വാമി വിവേകാനന്ദൻ്റെ ഷിക്കാഗോ മതസമ്മേളനത്തിൽ യോഗ അവതരിപ്പിച്ചതോടെയാണ് വിദേശങ്ങളിലും ഭാരതത്തിലും യോഗയെപ്പറ്റി കൂടുതൽ പ്രചരിക്കാൻ തുടങ്ങിയത്. ഇന്ന് യോഗ ഭാരതത്തെക്കാളും പ്രശസ്തമാണ്. യോഗയെക്കുറിച്ച് അല്പം അറിവുള്ളവർ പോലും യോഗ പഠിപ്പിക്കുന്നതിനായി ഭാരതത്തിലും വിദേശ രാജ്യങ്ങളിലും നാട്ടിൽ പെട്ടിക്കടകൾ ആരംഭിക്കുന്നത് പോലെ യോഗ പഠിപ്പിക്കുന്നതിനായുള്ള ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട്. യോഗയെപ്പറ്റി അറിയുവാനും പഠിപ്പിക്കുവാനും ഭാരതത്തിലുള്ളവരും വിദേശ രാജ്യങ്ങളിലുള്ളവരും എന്തുമാത്രം ആഗ്രഹിക്കുന്നു എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഇത്തരം പെട്ടിക്കടകളുടെ ആരംഭവും അതിൻ്റെ നിലനിൽപ്പും. അതുകൊണ്ട് തന്നെ ഭാരതത്തിലും വിദേശ രാജ്യങ്ങളിലും യോഗയെക്കുറിച്ചുള്ള അറിവ് വളരെ വരേണ്ടതാണ്. യോഗ വളരെ